വാക്കാണല്ലോ പ്രധാനം. ഈ വാക്കു കേട്ടിട്ടാണല്ലോ ജനം വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്ത് ജനങ്ങളുടെ മുഖത്ത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് സമാനമായ നിലപാടെടുക്കുക എന്ന് പറയുന്നത് ആദ്യ മാസം തന്നെയും എടുക്കുന്നത്. അധികാരത്തിലേക്ക് വരാൻ വേണ്ടി മാത്രമാണോ നിലപാടിന്റെ രാജകുമാരൻ വേഷം കളിച്ചത് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അഭിനയമാണോ എന്നുള്ളത്. അത് പലപ്പോഴും നേതാക്കൾ പലരും ഘടക വിരുദ്ധമായ നിലപാടുകൾ വിളിച്ചു പറയുന്നത് കേട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ് ജനം എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ പിന്നിൽ ഈ സർക്കാർ ബോർഡ് ഉണ്ടായിരുന്നില്ല എന്ന് ജനത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. കെ എം ഷാജി പറഞ്ഞു. പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ഘടകവിരുദ്ധമായ നിലപാടെടുത്തു. സാധാരണഗതിയിൽ ഇപ്പൊ നോക്കൂ, വളരെ ചെറിയ കാര്യങ്ങൾക്ക് പ്രതിപക്ഷം ആദ്യ മാസം തന്നെ വിമർശനം ഉന്നയിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. പക്ഷെ രണ്ട് വിഷയങ്ങൾ അങ്ങനെയല്ല. ഒന്ന് PM ശ്രീയും, രണ്ട് ഈ പറയുന്ന മദ്യത്തിന്റെ നികുതിയും. അത് കാമ്പുള്ള വിഷയങ്ങളാണ്. അതിൽ വിമർശിച്ചാൽ സർക്കാരിന്റെ ഹണിമൂൺ കാലം ആരും പരിഗണിക്കുകയില്ല. കാരണം അത് അതിനപ്പുറത്തേക്കുള്ള ഒന്നാണ്. രണ്ടും നയപരമായ തീരുമാനം എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തുറന്നെതിർത്ത രണ്ടു കാര്യങ്ങൾ എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്. മദ്യവുമായി ബന്ധപ്പെട്ട വിഷയം അത് തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ അത് ടാക്സുമായി ബന്ധപ്പെട്ടൊരു വിഷയം എന്ന രീതിയിൽ പരിമിതപ്പെടുത്താൻ കഴിയില്ല. അത് നയപരമായ ഒരു വിഷയം കൂടിയാണ്. ഇനി ടാക്സുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തന്നെ അതെന്തിനാണ് കുറച്ചു കൊടുത്തത് എന്നൊരു ചോദ്യമുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇതിനകം കേരളം മുഴുവനും കേട്ടിരിക്കുന്നു. 100-ന് താഴെ എന്നുള്ളതായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. 100-ന് താഴെ ടാക്സ് പുനഃക്രമീകരിച്ചു കൊടുക്കുന്നത് വഴി അഴിമതിയാണ് ഭരണപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് VD സതീശൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞു. ഇപ്പോൾ 125 മുതൽ അങ്ങോട്ട് ടാക്സ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോഴും അത് പകുതിയിൽ താഴെയാണ് എന്നതാണ് പ്രധാനം. അപ്പോൾ എത്ര കിട്ടി എന്ന ചോദ്യം എലപ്പുള്ളി കേസിൽ അന്നത്തെ ഭരണപക്ഷത്തോട് ചോദിച്ചത് ഇപ്പോൾ ഈ ബ്രീസറിന്റെ കാര്യത്തിൽ 20% കുറവ് മദ്യ കണ്ടന്റ് അടങ്ങിയ ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയ മദ്യവുമായി ബന്ധപ്പെട്ട് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നത് വ്യക്തമാക്കേണ്ടി വരും. കാരണം സ്വന്തം വാക്കുകൾ തിരിഞ്ഞടിക്കുന്നത്, തിരിച്ചു കൊത്തുന്നത് കാണുകയാണ്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളൊന്നും വന്നിട്ടുമില്ല. ഇനി സഭയിൽ സ്വാഭാവികമായും ചോദ്യമായി വരികയും ചെയ്യും. അതായത് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് എങ്കിലും ഏറ്റവും കൂടുതൽ കലുഷിതമാകുന്നത് മദ്യവിഷയത്തിൽ തന്നെ ആയിരിക്കും എന്നത് പ്രധാനമാണ്. ഒന്നാമത്തെ കാര്യം, ആദ്യ ദിവസം തന്നെ അത് തോമസ് ഐസക് അഴിമതിയാണ് എന്ന് പറയുമ്പോൾ CPM-ന് ഈ കാര്യത്തിൽ ടാക്സ് റിഡക്ഷനുമായി ബന്ധപ്പെട്ട് കുത്തക കമ്പനികൾ അവരെ സമീപിച്ച അനുഭവമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ഇത് അഴിമതിയാണ് എന്ന് പറയുന്നത്. അതിലൊരു ഡീൽ നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്ന് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ CPM-ന് അറിയാം. അത് CPM അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ തീരുമാനമാണ് അത്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ കാലത്ത് ആദ്യ ബജറ്റിൽ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത്തെ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ചോദിക്കാം എത്ര കിട്ടി എന്നുള്ളത്. കാരണം അത് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞത് VD സതീശനാണ്. അത് അഴിമതിയുടെ കളമൊരുക്കാനുള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞത് VD സതീശനാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അതിന് മറുപടി ഈ സഭയിൽ പറയേണ്ടി വരും. ഇനി 102 സീറ്റിന്റെ ഒരു വലിയ ബലം കൊണ്ട് അതിനെ പ്രതിരോധിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഈ സഭയിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് 2 പെർഫോമേഴ്സ് ആണുള്ളത്. ഒന്ന് പിണറായി വിജയനാണ്, ഒന്ന് VD സതീശനാണ്. നമ്മൾ 35 സീറ്റിൽ ഒതുങ്ങുന്ന പ്രതിപക്ഷം എങ്ങനെ പ്രതികരിക്കും എന്ന് ചോദിച്ചാൽ അതിന്റെ കുന്തമുന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ആക്റ്റീവായ സഭയിൽ ഇടപെടുന്ന ഇടതുപക്ഷത്തിന്റെ നേതാവ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കണ്ടുപഠിക്കേണ്ടതാണ് അത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷം ആ കാര്യം ഉന്നയിക്കും. അത് ശക്തിയുക്തം ഉന്നയിക്കാൻ കഴിയുന്ന തരത്തിൽ അവർക്ക് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശന്റെ വാക്കുകൾ തന്നെ ഉണ്ട് താനും. മാത്രമല്ല ഇതിൽ ടീം UDF എവിടെ എന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. കാരണം ഒന്ന്, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, അത് നയപരമായ തീരുമാനം തന്നെയാണ്. വിലക്കുറവിലൂടെ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ലഭ്യമാക്കുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നയപരമായ തീരുമാനമാണ്, ധനകാര്യപരമായ തീരുമാനമല്ല. 1-2 ക്യാബിനറ്റും ഒരൊറ്റ സമ്മേളനവും ഒരു ബജറ്റും കഴിയുമ്പോഴേക്കും ഈ തീരുമാനം പ്രഖ്യാപിക്കാനുള്ള യാതൊരു അടിയന്തരാവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇത് മദ്യവുമായി ബന്ധപ്പെട്ടതാണ്, കുടിവെള്ളവുമായി ബന്ധപ്പെട്ടതല്ല, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടതല്ല, ഒന്നുമല്ല, മദ്യവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു തിരക്കുമില്ല, ഒരു തിക്കുമില്ല എന്നത് നമ്മൾ കൂടി അറിയേണ്ടതുണ്ട്. അപ്പോൾ മദ്യവുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ സഭ പ്രക്ഷുബ്ധമാവുകയും ചെയ്യും. പ്രതിപക്ഷം അതിനെ വലിയ തോതിൽ ആയുധമാക്കുകയും ചെയ്യും. വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അതിന് സ്വന്തം വാക്കുകൾ മുഖ്യമന്ത്രിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും.